അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖീറത്തല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അൻജസ വഅദഹ അല്ലാഹുമ്മ യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. ആർക്കറിയാം ഈ അറബിക്കടലിനും റൗളക്കുമിടയിൽ വേറെ വൻകരയില്ലെന്ന്, ഇത് നേരെ ചൊവ്വേ ചെല്ലുന്നത് അങ്ങോട്ടാണെന്ന്. ഈ ഇളങ്കാറ്റ് സലാത്ത് വഹിച്ചുകൊണ്ട്, സലാമ് വഹിച്ചുകൊണ്ട് കാറ്റ് വഹിക്കണമെന്നില്ല. എന്റെ മേൽ സലാത്തും സലാമും ചൊല്ലുന്നവർക്ക് അതെനിക്ക് എത്തിച്ചു തരാൻ സഞ്ചാരികളായ മലായികത്തിന് അല്ലാഹു ഈ ഭൂമിയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അങ്ങയുടെ പൂമേനി ഖബറിൽ ഇറക്കേണ്ടത്? സഹാബത്തിന്റെ ചോദ്യമാണ്. അത് മലായികത്ത് ചെയ്തുകൊള്ളും, എന്റെ കുടുംബം തൊട്ടുകൊടുത്താൽ മതിയെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മദീനത്ത് പോയി നിൽക്കുമ്പോ ഓർക്കണേ. അങ്ങനെ ഓർക്കുന്ന കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട പാപി ഇവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞതും ഓർക്കണേ. ഇവന് വേണ്ടി ഒരു ദുആ ചെയ്യാൻ മറക്കരുത്. ഇവൻ മരണപ്പെട്ടുവെന്ന് കേട്ടാൽ ഒരു 3 സലാത്ത് ചെല്ലാനും മറക്കരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഈമാൻ കിട്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ്? സുന്ദരമായ ഒരു മരണത്തിൽ കവിഞ്ഞ ആനന്ദം എന്താണ്? അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സ്വർഗത്തിലെ ഭവനം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു നബിയെയും അല്ലാഹു മരിപ്പിച്ചിട്ടില്ല. ഞാനും ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ എന്റെ വീട് എന്റെ റബ്ബ് എനിക്ക് കാട്ടിത്തരുമെന്ന് പുണ്യ റസൂൽ. എന്നിട്ട് നബി ഉഹദിൽ പോയി. ഉഹദിൽ പോയപ്പോ ഉഹദിലെ ശുഹദാഇനെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളോട് ചേരാൻ പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് മിമ്പറിൽ കയറി. മദീനയുടെ മിമ്പർ, 2 മിമ്പറുണ്ട് മദീനയുടെ മസ്ജിദിൽ. അതിലൊരു മിമ്പറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കും ഉപയോഗിച്ച മിമ്പർ. മറ്റൊരു മിമ്പർ അവിടെ പിന്നീട് ഉണ്ടാക്കിയ മിമ്പറാണ്. ആ മിമ്പറിൽ കയറി. ആ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം എത്തുന്നത് നാളെ ഹൗദുൽ കൗസറിലാണ്. സഹാബത്ത് വിങ്ങിപ്പൊട്ടി. എന്നിട്ട് പറഞ്ഞു, എന്റെ മിമ്പർ എന്റെ ഹൗദിന്റെ മീതയാണ്. ഇപ്പൊ ഈ മിമ്പറിൽ ഇരിക്കുമ്പോൾ എന്റെ ഹൗദുൽ കൗസർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ. എന്താണ് സല്ലല്ലാഹു അലൈഹി. മദീനയിൽ പോയിട്ട് നിലം ചവിട്ടുമ്പോ ഈ ഓർമ്മയുണ്ടെങ്കിൽ അവന്റെ കൽബിൽ എത്ര വലിയ തഖ്വയാണ് കടന്നു വരിക. ഇക് സഹാറാ ഹേ ഇസ് ജഹാം മേ ജീനെ കാ. ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു ആലംബം ഇവനുണ്ടെങ്കിൽ ബാത്ത് കർ മദീനെ കാ, സിക്ർ കർ മദീനെ കാ. മദീനയെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുക, മദീനയെ പറ്റി ഓർത്തുകൊണ്ടേയിരിക്കുക. ഇതാണ് കുഴപ്പം പിടിച്ച ഈ ലോകത്ത് ജീവിക്കാനുള്ള ഇവന്റെ ആലംബം. അതുകൊണ്ട് അല്ലാഹുവേ, മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ ഈ തൗഫീഖിനെ എടുത്ത് ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയല്ലേ നാഥ. അവസാനവും ഈ സുഗന്ധത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിലെ ഖുത്ബക്ക് ശേഷം 81 ദിവസമാണ് ജീവിച്ചത്. ഇദാ ജാ നസ്റുല്ലാഹി എന്ന സൂറത്ത് ഇറങ്ങിയിട്ട് 50 ദിവസമാണ് ജീവിച്ചത്. ഇതൊക്കെ ഒടുക്കത്തായത്താണ്. അവസാനത്തെ ആയത്ത് തൗബയിലെ 128, 129 ആയത്താണെന്നാണ് പ്രമുഖമായിട്ടുള്ള അഭിപ്രായം. അതിനുശേഷം 35 ദിവസം. ആ ആയത്താകട്ടെ അർത്ഥവത്തായ ആയത്താണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. അല്ലാഹു പറയാണ്, നിങ്ങൾക്കൊരു റസൂല് വന്നിരിക്കുന്നു. പ്രബലമായ റിപ്പോർട്ടിൽ ഇതാണ് ഖുർആനിലെ ഒടുക്കത്തെ ആയത്ത്, ഒടുക്ക ഇറങ്ങിയ ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കൊരു വിഷമം പറ്റുമ്പോഴേക്ക് ഹൃദയം നൊന്തു പോകുന്ന റസൂൽ. അല്ലാഹ് പറയാണ്, ആകാശങ്ങളുടെ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വലിയ മോഹവും ജിജ്ഞാസയുമുള്ള റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അലിവും കാരുണ്യവുമുള്ള റസൂൽ. പിന്നീടുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായിട്ട് 2 ദിക്റുകൾ ആവർത്തിക്കുമായിരുന്നു.
സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ, നീ എത്ര പരിശുദ്ധൻ, നിന്നെ സ്തുതിക്കുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദി. ഒരു ദിവസം രാത്രി പെട്ടെന്ന് എണീറ്റുകൊണ്ട് മദീനയിലെ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള ബഖീഇലെ ഖബർസ്ഥാനിലേക്ക് പുണ്യനബി പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിപ്പുന്നാണ് എഴുന്നേറ്റ് പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പതുങ്ങി ഞാനും പിന്നാലെ പോയി. കൂടെ 2 വീട്ടിലുള്ള ജോലിക്കാരായ കുട്ടികൾ കൂടി. ആ കുട്ടികൾ 2 പേര് അബൂ റാഫിയും അബൂ മുവൈഹബയും, രണ്ടാളും കൂടിയിട്ട് പിന്നാലെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോ തന്നെ തന്റെ പ്രിയപ്പെട്ട വീട്ടിലെ ജോലിക്കാരനായ കുട്ടിയെ ഉണർത്തിയിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹു ബഖീഉകാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആ കുട്ടി കൂടെ പിന്നാലെ പോയി. ആയിഷ ബീവി പതുങ്ങിയിട്ട് മാറി നിന്നിട്ട് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീയിൽ ചെന്നിരുന്നിട്ട് ദീർഘനേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഈ കുട്ടി പറയുകയാണ്, ഞാനും ഈ ബഖീയിൽ ഖബറടക്കപ്പെട്ട് കിടന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോയി. ഈ ദുആ എനിക്കും കിട്ടുമല്ലോ. അത്രത്തോളം അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പുണ്യനബി പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ കരൾ ഉരുക്കുന്ന ഒരു രംഗുണ്ട്. മസ്ജിദിന്റെ ഖുബ്ബ ഒരു ഭാഗത്ത്, തൊട്ടടുത്ത് ബഖീ ഖബർസ്ഥാൻ. അവിടെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. അവിടെയാണ് നബിയുടെ പെൺമക്കൾ പലരും കിടക്കുന്നത്. അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. നബിയുടെ ഏക മകൻ ഇബ്രാഹിം അവിടെയാണ്. ഈ പച്ച കുബ്ബയും മസ്ജിദിന്റെ ഈ ഒരു പരിസരവും ബഖീ ഖബർസ്ഥാനും കൂടി ചേർന്ന് കിടക്കുന്ന രംഗം ഈ ലോകത്ത് കരളുള്ളവന്റെ കരൾ ഉരുക്കിക്കളയാൻ പര്യാപ്തമാണ്. മസ്ജിദിൽ നിന്ന് ഇറങ്ങിയിട്ട് ബഖീയിലേക്ക് നബി നടന്നു പോണ രംഗം അവിടെ ചെന്ന് നിൽക്കുമ്പോ ഓർത്തുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഖീകാരോട് നബി പറയാണ്, ബഖീയിലെ ഖബർസ്ഥാനിൽ ചെന്നിട്ട് നിങ്ങൾ നേരത്തെ പോയത് കൊണ്ട് ദുഃഖിക്കണ്ട.